ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിശബ്ദമായി ചെയ്യുന്ന ഒരു വിഷയത്തെ ഇന്ന് ലോകത്തെ തലപ്പത്തിരിക്കുന്ന പല ലോകരാഷ്ട്രങ്ങളും ഭയക്കുന്നുണ്ട്. ആ ഭയത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിനെ ആകാശത്തു നിന്നും കടലിൽ നിന്നും കരയിൽ നിന്നും എന്തിന് എയർക്രാഫ്റ്റിൽ നിന്ന് പോലും വിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ വേഗത മാക് 3 ആണ്. എന്ന് വെച്ചാൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 3 ഇരട്ടി വേഗത. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഒരു ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന്റെ മിസൈൽസിനെ അവരുടെ നാട്ടിൽ പോയി നശിപ്പിച്ചിട്ടും പാകിസ്ഥാൻ അത് എങ്ങനെയാണ് ഉള്ളിൽ പ്രവേശിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അത്രത്തോളം വേഗത നിറഞ്ഞതാണ് ബ്രഹ്മോസ് മിസൈൽ. എന്നാൽ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി ചേർന്ന് ബ്രഹ്മോസിന്റെ സെക്കൻഡ് ലെവലായ ബ്രഹ്മോസ് 2 റെഡിയാക്കുകയാണ്. ഇതിന്റെ റേഞ്ച് ഏകദേശം 1500 കിലോമീറ്ററോളമാണ്. ബ്രഹ്മോസിന്റെ വേഗതയെ മാക് 3 നിന്ന് മാക് 8 മാറ്റുകയാണ് ഇന്ത്യ. അതായത് ശബ്ദത്തെക്കാൾ 8 മടങ്ങ് വേഗത. ഇത്രത്തോളം വേഗത്തിൽ വരുന്ന മിസൈൽസിനെ ലോകത്തിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റത്തിനും തടയാൻ സാധിക്കാത്തത്ര വേഗതയിലാണ് ബ്രഹ്മോസ് 2 സഞ്ചരിക്കാൻ പോകുന്നത്.